ഇത് കാക്കനാട് പ്രവർത്തിക്കുന്ന ചിൽഡ്രൻസ് ഹോമിലെ ജൈവ വൈവിധ്യ ഉദ്യാന കേന്ദ്രം. ഇവിടെ മരങ്ങൾ നടാൻ ഒരുപാട് ആളുകൾ എത്താറുണ്ട്. ബിഗ് ബോസിലൊക്കെ ഫെയിമായിട്ടുള്ള ലക്ഷ്മി പ്രിയ ആളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വെച്ച ഒരു പ്ലാവാണ്. ഇതിന്റെ കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇദ്ദേഹവും ഫിലിം ഫീൽഡിലുള്ള നമ്മുടെ വിനയ് ഫോർട്ടിന്റെ ഒരു അൺസക്സസ് മിഷന് വേണ്ടിയിട്ട് ആള് പ്ലാൻ ചെയ്ത ഒരു മരമാണ്. നമ്മുടെ ദിലീപിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പടത്തിലെ ഹീറോയിൻ രശ്മി പണിക്കർ വെച്ച പേരയാണിത്. ഇത് കിലോ പേരയാണ് ആക്ച്വലി. ബിഗ് ബോസിലത്തെ കൂടെ തന്നെ താരമായ നമ്മുടെ എല്ലാവരുടെയും റോബിൻ രാധാകൃഷ്ണൻ ആള് വെച്ച ആൾക്ക് ബിഗ് ബോസിൽ നിന്ന് ഒരു മരം കൊടുത്തതിൻ്റെ ഒക്കെ കഥ പറഞ്ഞു. അപ്പോൾ അത് സംരക്ഷിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അതിന്റെ പേരിൽ അമ്മമരം എന്ന് പറഞ്ഞുകൊണ്ട് ആള് വെച്ച ഒരു മരമാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല പരിസ്ഥിതി സ്നേഹികളുണ്ട്. ഫിലിം മേഖലയിലാണെങ്കിലും മറ്റുള്ള എല്ലാ മേഖലകളിലും അല്ലെ. അതുപോലെ ഈ രണ്ട് മരങ്ങൾ വരുന്നത് നമ്മുടെ റെഡ് FM-ലെ സൗമ്യയും നീതയും വെച്ച ഒരു പ്ലാവ്. ഇതാണ് എന്റെ ആയിട്ട് തന്നെ ഒരു സപ്പോട്ട മരമുണ്ട്, ഒരു പ്ലാവ് മരമുണ്ട്. അപ്പോൾ റെഡ് FM ആയാലും ഫിലിം സ്റ്റാർസ് ആണെങ്കിലും എല്ലാ രംഗത്തുള്ള ആളുകളും പരിസ്ഥിതിയോടൊപ്പം തീർച്ചയായിട്ടും അവരെ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു വൺ മാൻ ഷോ ആയിട്ട് ഓടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. നമ്മളെ ആൾക്കാരിലേക്ക് കൺവേ ചെയ്യുക. അവര് അകമഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മരങ്ങൾ കൊണ്ട് നിറയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമസ്കാരം, നന്മ 24 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂടെ സൈമനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. തൃക്കാക്കര നഗരസഭയുടെ കൗൺസിലറാണ്, ഒരു പരിസ്ഥിതി സ്നേഹിയാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോൾ 50ാമത്തെ ബർത്ത്ഡേ ആണ്. അദ്ദേഹം ആ ഒരു സമയത്തും ചെയ്തത് വളരെ നല്ലൊരു സൽപ്രവൃത്തിയാണ്. നമ്മുടെ മുന്നിൽ കാണാം, നല്ലൊരു ചെടി വെച്ചു പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്ര നല്ലൊരു പരിസ്ഥിതി സ്നേഹി കൂടിയായിട്ടുള്ള കൗൺസിലറാണ് സൈമൺ. അദ്ദേഹത്തിന്റെ 50ാം ജന്മദിനം എന്ന് പറയുമ്പോൾ ഈ പരിസ്ഥിതിയോട് കൈകോർത്ത് ചേർന്ന് നിന്നുകൊണ്ടുള്ളൊരു ആഘോഷമാണ്. അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവനും ഇവിടെ ഉണ്ട്. ഏതായാലും സൈമണിന്റെ അടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു വാർഡിലെ തന്നെ ഒരു വാരിക്കോരിച്ചറ. അപ്പോൾ അവിടെ ഒരു കുളമുണ്ട്. ആ കുളം സംരക്ഷിക്കാൻ വേണ്ടി വർഷങ്ങൾ കൗൺസിൽ ആയപ്പോൾ മുതൽ നഗരസഭയിൽ കയറി ഇറങ്ങി നടക്കുന്ന ഇപ്പോഴും ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ട്. അത് നടന്നിട്ടില്ല. സൈമൺ നമസ്കാരം. ഏതായാലും വളരെ നന്ദി. ഒരു സാധാരണ കൗൺസിലർമാരെ ഇങ്ങനെയുള്ള ഒരു പരിസ്ഥിതി സ്നേഹി നമ്മുടെ PT തോമസിനെ പോലെയുള്ള ചില ആളുകളെ പൊതുപ്രവർത്തകരൊക്കെ നമ്മൾ കാണാറുണ്ട്. ഏതായാലും താങ്കളുടെ വാർഡിൽ തന്നെ ഉള്ള നല്ലൊരു ചിറ, അങ്ങനെയുള്ള കുളങ്ങളൊക്കെ സംരക്ഷിക്കേണ്ട ഒരു ഇങ്ങനെയുള്ള വെള്ളം കെട്ടി നിർത്തുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത താങ്കൾ ഊന്നി പറയുന്ന ഒരു ആളുകൂടിയിട്ടാണ്. അപ്പം ഏതായാലും ഈ ഒരു ജന്മദിനത്തിൽ തന്നെ ഇവരോടൊപ്പം കൈകോർത്തുകൊണ്ട് ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുകയാണ്. എന്തു പറയുന്നു? ഇപ്പം ഇതേപോലെയുള്ള ഞാൻ ഈ ഭൂമി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് ജിജോ നമ്മുടെ ഫ്രണ്ടാണ്, പുള്ളിയായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനൊരു കൺസെപ്റ്റ് പുള്ളി നമ്മളോട് പറഞ്ഞത്. നമ്മുടെ ഏരിയയിലേക്ക് ടൗൺ ഏരിയയാണ്, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സംരംഭം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് എന്തായാലും എന്നാൽ കഴിയുന്ന ഒരു ചെടി വളർത്തിയെടുക്കുക, പ്രകൃതിക്ക് വേണ്ടി ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. അത് മറ്റുള്ളവരും ഇതൊരു മാതൃകയാക്കണമെങ്കിൽ ഇപ്പം നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥ തന്നെ മാറി മറിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പൊ അത് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിലും ആ പിറന്നാൾ ദിവസം തന്നെ ഇവിടെ ഒരു ചെടി ഇതെന്തായാലും അങ്ങനെ ചെയ്യണമെന്നൊരു കൺസെപ്റ്റ് വരുന്നു. അങ്ങനെ ഒരു പരിപാടി ചെയ്യാനായിട്ട് ഇവിടെ എത്തിയതാണ്. അല്ല, വേറെ നോടെ ഉണ്ട്, നിങ്ങളുടെ കുടുംബം ഉൾപ്പെടെ ഉണ്ട്. അതെ, സൈമന്റെ ഫാദറും ഉണ്ട്. ഇറങ്ങിയാണ് ഫാദറും ഈ സമയത്ത് വയ്യ എങ്കിലും ഇദ്ദേഹത്തോടൊപ്പം ഈ മരം വയ്ക്കുന്നതോടൊപ്പം തന്നെ കൈകോർത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ മറ്റൊരാളുണ്ട്, ഇതിന്റെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഭൂമി ഫൗണ്ടേഷന്റെ നമ്മുടെ മരങ്ങളൊക്കെ വെച്ചുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കൗൺസിലർമാർ ഉൾപ്പെടെ എല്ലാവരെയും അവർക്കൊരു പ്രചോദനമായി നിൽക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. ഏതായാലും ഇദ്ദേഹത്തിന്റെ ഒരു വലിയൊരു പിന്തുണ ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളതാണ്. ഇതിനുള്ള സൗകര്യം ഒരുക്കിയത് ഇദ്ദേഹമാണ്. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ മരങ്ങളും ചെടികളും ഇനിയിപ്പോൾ പരിസ്ഥിതി ദിനം വരുന്നു, ആ ദിവസങ്ങളിലൊക്കെ മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും എല്ലാം നമുക്കറിയാം. ഇപ്പോൾ കാടുകളും വനങ്ങളും എല്ലാം കുറഞ്ഞിരിക്കുന്നു. ആനകൾ ഉൾപ്പെടെ കാടുകളിൽ നിന്ന് ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചൂട് കൂടുന്നു. ആ അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊക്കെ നമ്മുടെ നാടിന്റെ നന്മയ്ക്കായി കൈകോർത്ത് നിൽക്കുന്നത്. അതോടൊപ്പം ഏതായാലും നമ്മുടെ സൈമണും കൂടി ചേർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന് തന്നെ വളരെ വലിയൊരു സന്തോഷമാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. ഇന്നത്തെ ദിവസത്തിൽ നമ്മുടെ സൈമൺ സാർ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങളുടെ ഈ ഒരു ഉദ്യമമായിട്ട് കൈകോർത്ത് വരാനായിട്ടും അതിന് ഇങ്ങനെ ഒരു അവസരം എനിക്ക് കൊടുക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം കൃതാർത്ഥനാണ്. ഞാനൊരു എളിയ സോഷ്യൽ വർക്കറാണ്. ഞാൻ പ്രൊഫഷണലായിട്ട് MSW പഠിച്ച്, അപ്പോൾ അതിന്റെ ഒരു ഫെസിലിറ്റേഷൻ എന്ന നിലയിൽ മാത്രമേ ഞാനോട് ചെയ്യും. ഞാൻ വലിയ കാര്യങ്ങളോ അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇദ്ദേഹം ഇവിടെ മാത്രമല്ല, വയനാട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ആദിവാസി മേഖലകളിലൊക്കെ
കൃഷി നടത്തി അവരുടെ ഒപ്പം കൈകോർത്തുകൊണ്ട് അവിടെ കൃഷി ചെയ്ത് അവിടുന്ന് വിഷരഹിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇതുപോലെയുള്ള നാടുകളിൽ ഇതുപോലെ ആളുകൾ തിങ്ങി പാർക്കുന്ന ഈ അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ പണിത് കാക്കരയുടെ മോടി ആകെ മാറിയിരിക്കുന്ന ഈ സ്ഥലത്തൊക്കെ വിഷം കലക്കിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെയാണ് വരിക. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഈ ആദിവാസി മേഖലകളിലൊക്കെ ഇതുപോലെ കൃഷി ചെയ്തിട്ട് അവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ വിഷരഹിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ താങ്കളോട് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അതുണ്ട്, അത് നമുക്ക് ഇന്നത്തെ ഒരു നീടാണ്. ഇപ്പൊ ഞാനൊരു ഗ്രാമീണ മേഖലയിൽ എൻ്റെ ഒരു ചെറുപ്പകാലം അല്ലെങ്കിൽ കോളേജ് ലൈഫ് വരെ അവിടെ താമസിച്ച് കൃഷിയോടും ഇപ്പൊ കണക്ക് പരിസ്ഥിതിയോടൊക്കെ വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളവരാണ്. അപ്പൊ അവിടുന്ന് ഇവിടെ വന്ന് ഞാനിപ്പോൾ ഒരു 15 വർഷമായിട്ട് അർബൻ ലൈഫാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം എനിക്കറിയാം അർബൻ ലൈഫിൽ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ, സ്ട്രെസ്, നമ്മൾ പൊല്യൂട്ടഡ് ആയിട്ട് നമ്മുടെ എയർ, നമ്മുടെ വായു, നമ്മുടെ വെള്ളം, കഴിക്കുന്ന ആഹാരങ്ങൾ ആരുണ്ടാക്കുന്നതാണ്, എങ്ങനെ ഉണ്ടാക്കുന്നതാണ്, എവിടെ ഉണ്ടാക്കുന്നതാണ്, എങ്ങനെ വരുന്നതാണ്, എന്തൊക്കെ അതിൻ്റെ അകത്ത് ചേർക്കുന്നതെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. എൻ്റെ ഒരു കോളേജ് ലൈഫ് വരെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഓൾമോസ്റ്റ് കപ്പയാണെങ്കിലും വാഴയാണെങ്കിലും ചേന, ചേമ്പ് അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം അരി മാത്രമാണ് ഓൾമോസ്റ്റ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായിരുന്നു. അങ്ങനെയൊക്കെ ഇവിടെ വന്നിട്ട് എനിക്ക് പക്ഷേ എൻ്റെ കുടുംബത്തിന് ഉൾപ്പെടെ ഒരുമാതിരി ശ്വാസ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എനിക്ക് അറിയാൻ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നും പിന്നെ എൻ്റെ ഒരു തൊഴിലിന്റെ കൂടെ ഭാഗമാണ് ആൾക്കാരിലേക്ക് ഇത് ചിലപ്പോൾ എല്ലാവർക്കും അറിയാൻ മേലാഞ്ഞിട്ടില്ല, പക്ഷെ അതിന് നമ്മൾ ഒരാൾ വേണം പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് മരങ്ങൾ വെച്ചിട്ടുണ്ടാവും, പരിസ്ഥിതി വെച്ചിട്ട്. ഇപ്പം സാറാണെങ്കിലും സൈമൺ സാറാണെങ്കിലും മരങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്തൊരു യുണീക്നെസ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ മെയിൻ്റനൻസ് ആണ്. ഞാൻ തന്നെ പരിസ്ഥിതിയോട് വേറെ ഒരുപാട് മനുഷ്യർ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. സാധാരണ താങ്കളെപ്പോലുള്ള ചെറുപ്പക്കാർ വളരെ കുറവാണ് ഇങ്ങനെയുള്ള മേഖലകളിൽ എത്താനാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ജീവിതകാലം മുഴുവൻ നമ്മൾ ഈ മരം സാറിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഈ മരം ഇവിടെ ഉണ്ടാവും. അത് ഞങ്ങൾ സംരക്ഷിക്കും. ഇവിടുത്തെ കുട്ടികൾക്ക് അതിന്റെ ഫലങ്ങൾ കിട്ടും. ഒരുപാട് ജീവികൾക്ക് അതിന്റെ ആവാസ വ്യവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഏറ്റവും ഉപരിയായി നമ്മൾ നമ്മുടെ പരിസ്ഥിതിയോട് ചെയ്യുന്ന ദ്രോഹങ്ങൾ എന്ന് പറയണം. നമ്മൾ തന്നെ ഇപ്പൊ സാറിന്റെ ഈ ഷർട്ട് കിടക്കുന്ന ആ ഷർട്ട് ആ രൂപത്തിൽ പുരപ്പെടുത്തി എടുക്കാനായിട്ട് അതിന്റെ വാട്ടർ കോസ്റ്റ് എന്ന് പറയുന്ന ഏകദേശം 7000 ലിറ്ററാണ്. വാട്ടർ കോസ്റ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതപ്പോൾ ജീൻസ് ആകുമ്പോൾ അതിൽ കൂടുതൽ വരും. പിന്നെ നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്, അതൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷെ അത് ചിലതൊന്നും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അതിനെ ലഘൂകരിക്കുക അല്ലെങ്കിൽ ഒരു ബാലൻസിങ് ആക്ട് ആയിട്ട് നമുക്കിപ്പോൾ ഒരു ചെടി നടാം. ചെടി നടുന്നതൊന്നും ആവത്തില്ല. പക്ഷെ നമ്മൾ ഈ വരുന്ന എൻവയോൺമെന്റിനെ നമ്മൾ കേരളത്തിലെ 25ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വാട്ടർ ബോഡീസ് കണ്ടെത്തി അവിടെ ബാംബു നട്ട് പിടിപ്പിക്കുന്ന ഒരു പ്രോജക്ട് ചെയ്യുന്നുണ്ട്. 6ഓളം ബീച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തതാണ്. അപ്പൊ ബാംബുവിന്റെ പ്രത്യേകത ഈ വാട്ടർ കണ്ടന്റും കാര്യങ്ങളും നിർത്തുകയും മണ്ണിനെ ശുദ്ധീകരിക്കുകയും മണ്ണിലേക്ക് വെള്ളം താഴാൻ ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ മുന്നിട്ട് വരുന്നു എന്നുള്ളതാണ്. വലിയ ഈ പറഞ്ഞ കണക്ക് ആർക്കും അറിയാൻ മേലാത്ത കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുന്നില്ല. അതിനുപരി ഇവരൊക്കെ എന്നോട് സഹകരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ മാത്രം ഞാൻ കാര്യമില്ല. പക്ഷെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇതിനോട് സഹകരിക്കുന്നു. ഇതിലിപ്പോ 80ഓളം മരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഓരോ മരവും ഓരോ സ്റ്റോറിയാണ്. ചിലരുടെ ബർത്ത്ഡേ സ്റ്റോറി ആയിരിക്കും, ചിലരുടെ വെഡിങ് ആയിരിക്കും, ചിലരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരിക്കും. നമുക്ക് കാണാം ഇതുപോലെ നടക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കണം. അതെല്ലാം ഓരോ ചെടിയുടെയും ഓരോ മരത്തിന്റെയും ചുവട്ടിൽ ഈ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കാരണം പ്ലാവിന്റെ ചുവട്ടില്, അതുപോലെ തന്നെ ഇപ്പം പിടിപ്പിച്ച് മരത്തിന്റെ ചുവട്ടിലെല്ലാം ഇതുപോലെ ഒരു വാൽവ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ കാണാം. അതുപോലെ തന്നെ ഈ ഒരു നട്ട പൊക്കമായി അതിൽ ചുവട്ടിലും കാണാം ഇതുപോലെ പൈപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നനയ്ക്കാനായിട്ട് തീർച്ചയായും ബുദ്ധിമുട്ടായിരിക്കും. ഓരോ മരത്തിന്റെ ചുവട്ടിൽ പൈപ്പ് കൊണ്ടുപോയി നനയ്ക്കാനായിട്ട് ഒരാളെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്നൊരു വാല് തുറന്നു കഴിഞ്ഞാൽ ഓരോ മരത്തിന്റെ ചുവട്ടിലും വെള്ളം എത്തുന്ന രീതിയിലുള്ള സംവിധാനം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ഇതൊരു 2.5 വർഷമായിട്ടുള്ള വിയറ്റ്നാം മേളി പ്ലാവാണ്. ഇത് വെച്ചത് നമ്മുടെ ഫിലിം ഫീൽഡിൽ നിന്നുള്ള ലക്ഷ്മി പ്രിയ, ബിഗ് ബോസിലൊക്കെ ഫെയിം ആയിട്ടുള്ള ലക്ഷ്മി പ്രിയ ആളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വെച്ച ഒരു പ്ലാവാണ്. ശരി, അപ്പം ഫിലിം സ്റ്റാർസ് ഒക്കെ വരാറുണ്ട് അല്ലേ? ഫിലിം ഫീൽഡിൽ നിന്ന് നമുക്കൊരു 5-6 ആൾക്കാരുടെ മരങ്ങളുണ്ട്. അതിൽ അടുത്തത് വരുന്നത് നമ്മുടെ ദിലീപിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പടത്തിലെ ഹീറോയിൻ രശ്മി പണിക്കർ വെച്ച പേരയാണിത്. ഇത് കിലോ പേരയാണ് ആക്ച്വലി. ഇത് ആക്ച്വലി നമുക്ക് ഇതിൽ നിന്ന് ഒരു 10 പേരയ്ക്ക് ഓൾറെഡി കിട്ടി. ഒരു പേരയ്ക്ക് 1/2 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ 9ാമത്തെ മാസം തന്നെ നമുക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ സെക്കൻഡ് റൗണ്ട് കായ പിടിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ തന്നെ ഉണ്ട് ഒരു 15ഓളം ഫ്രൂട്ട് ഇപ്പൊ തന്നെ ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞതുണ്ട്. ഇതിന്റെ കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇദ്ദേഹവും ഫിലിം ഫീൽഡിലുള്ള നമ്മുടെ വിനയ് ഫോർട്ടിന്റെ ഒരു അൺസക്സസ് മിഷന് വേണ്ടിയിട്ട് ആള് പ്ലാൻ ചെയ്ത ഒരു മരമാണ്. ഇതും ഏകദേശം ഒരു വർഷമാകുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഇർഷാദ് അലി എന്ന് പറഞ്ഞ അതും ഫിലിം ഫീൽഡാണ്. പക്ഷെ അത് ഇച്ചിരി മുകളിലാണ് ഉള്ളത്. പിന്നെ അത് നോക്കാം. ഇത് പിന്നെ ഉള്ളത് വേറൊരു സ്റ്റോറിയാണ്. ഇത് നമുക്ക് സഹായത്തിനേക്ക് വരുന്ന ഒരു ബീഹാറിൽ നിന്നുള്ള നമ്മുടെ ഒരു ഫ്രണ്ടാണ്.
അപ്പൊ ആള് ആഴ്ചയിൽ വന്ന് വളവിടാനൊക്കെ നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പേരെന്താണ്? concept, ഇത് മരം ലിച്ചിയാണ്. ലിച്ചി. അപ്പൊ ആള് ഇതിന്റെ കൺസെപ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ പോയപ്പോൾ ട്രെയിനില് ആള് ലോങ് ദ വേ ഫ്രം ബീഹാർ ടു കൊച്ചി, ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ പ്ലാന്റ് ചെയ്ത മരമാണിത്. ഇത് നമ്മുടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഇരിക്കുന്നത് 24ാമത്തെ വാർഡിലാണ് ഈ നമ്മുടെ പ്രോപ്പർട്ടി ഇരിക്കുന്നത്, അല്ലെങ്കിൽ പ്ലോട്ട് വരുന്നത്. അപ്പൊ ഈ കൺസേൺഡ് വാർഡ് കൗൺസിലർ ശ്രീ ഹസീന ഉമ്മർ അദ്ദേഹത്തിന്റെ പേരിൽ നട്ട ഒരു മുള്ളാത്ത മരം, മിൽക്ക് ഫ്രൂട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. നമുക്ക് നഗരസഭ ഇപ്പം സൈമന്റെ കൂടെ ഹസീന ഉമ്മറോടി ഉണ്ട്. തീർച്ചയായിട്ടും അവര് മാത്രമല്ല, നമ്മുടെ ഉണ്ണി കാക്കനാട് സ്റ്റാൻഡ് ഉണ്ട്. അടുത്ത ഒരു വർഷത്തിനുള്ള എല്ലാ കൗൺസിലേഴ്സിനെയും ഇവിടെ കൊണ്ട് ഒരു മരം വെപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. നമ്മൾ തന്നെ എറണാകുളം ഈ ഒരു ഇതുകൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ പ്രോജക്റ്റ്. നമ്മുടെ പരിസ്ഥിതി, കൃഷി, ഈ ഒരു 2 സെക്ടറാണ് നമ്മൾ കൂടുതലായിട്ടും അതിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതും അതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാം എന്ന നിലയിൽ സമൃദ്ധി എന്ന പേരിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഫാമിംഗ് പ്രോഗ്രാം ഉണ്ട്. അതിൽ നമ്മൾ വിഷരഹിതമായിട്ടുള്ള, ഇപ്പം നമ്മൾ നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് എവിടെ പ്ലാന്റ് ചെയ്യുന്നു, എങ്ങനെ ഉണ്ടാക്കുന്നു, ആരുണ്ടാക്കുന്നു, അതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത്, ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാണ്ടാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു ബദൽ എന്ന നിലയിൽ കേരളത്തിലെ തരിച്ചു കിടക്കുന്ന ഭൂമികളൊക്കെ ഏറ്റെടുത്ത് യുവാക്കളെയും ഗ്രാമീണ മേഖലയിലുള്ള സ്ത്രീജനങ്ങൾക്കും ഒരു ലൈവ്ലിഹുഡ് ഉണ്ടാക്കുകയും ടൗണിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുക എന്നൊരു ആശയത്തോട് കൂടിയിട്ട് നമ്മൾ അട്ടപ്പാടി പോണക്കുള്ള കൃഷി മേഖലയിലൊക്കെ കൃഷി ഇറക്കി അവിടുന്ന് ഡയറക്റ്റ് ഫാം ടു ഹൗസ് ഹോൾഡ് എന്ന നിലയിൽ അവിടുന്ന് പഴങ്ങളും പച്ചക്കറികളൊക്കെ കൊണ്ട് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ പൈപ്പ് ലൈനിലുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഏതെന്ന നിലയിൽ നമ്മൾ വാഴ, നമുക്കൊരു 10-20ഓളം ഏക്കറിൽ നിലവിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാഴ, പച്ചക്കറികൾ, തെങ്ങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. പിന്നെ ഉള്ളത് ആട്, കോഴി, അങ്ങനത്തെ ഫാമും കാര്യങ്ങളൊക്കെയാണ് അടുത്ത ലെവലിലേക്കുള്ള എക്സ്പാൻഷൻ. അപ്പോൾ ഈ എക്സാമ്പിൾ വേണമെങ്കിൽ ഈ പ്രോപ്പർട്ടി എന്നുള്ളത് ഗവൺമെന്റിന്റെ ഗേൾസ് ഹോമാണ്, കാക്കനാട് സെന്ററിൽ തന്നെയുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു ഫലവൃക്ഷ ഉദ്യാനം നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു പുറകിലത്തെ ഒരു കാരണം, ഇതിലെ കുട്ടികൾക്ക് 1 മണിക്കൂറെങ്കിലും നമ്മുടെ വന്നിട്ട് വെള്ളം ഒഴിക്കാനായിട്ടും ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ടും ഒക്കെ ഉള്ള ഒരു പോസിബിലിറ്റി ഇവർക്കും കിട്ടുകയാണ്. അതുകൂടാണ്ട് തന്നെ ഇതിലെ വരുന്ന, അപ്പം ആര് വന്ന് മരം നട്ടാലും അവർക്ക് ആദ്യത്തെ ഒരു തവണ അതിൻ്റെ ഫ്രൂട്ട് നമ്മൾ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വരുന്ന ഫ്രൂട്ടും കായ്കളും കാര്യങ്ങളൊക്കെ മെജോറിറ്റി നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് തന്നെയാണ്, അവർ തന്നെയാണ് അതിൻ്റെ അകത്ത് കൺസ്യൂം ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടെ ഇതിൻ്റെ ബിഹൈൻഡിൽ നടക്കുന്നുണ്ട്. സൈമൺ, ഏതായാലും നല്ലൊരു നിമിഷം, പ്രത്യേകിച്ച് ഒരാളുടെ 50ാമത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ഒരു സമയത്താണ് ഇവരോടൊപ്പം കൈകോർത്തിട്ടുള്ളത്. ഏതായാലും ഈ ഒരു സൽപ്രവൃത്തി ചെയ്യുന്ന ഇവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നമ്മുടെ കാക്കര അല്ലെങ്കിൽ കാക്കനാട് എന്ന് പറയുന്ന മേഖല ഇപ്പോൾ മെട്രോ സിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് തൊട്ട് മുമ്പിൽ കാക്കനാട് മെട്രോ സ്റ്റേഷനാണ്, അതിന് മുന്നിൽ തന്നെയാണ്. ഇതിൻ്റെ മുന്നിൽ തന്നെയാണ് നമ്മൾ ഈ പ്രവൃത്തി ചെയ്തത്. എന്തായാലും എൻ്റെ ഈ 50ാമത്തെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ജിജോനെ, പ്രകൃതിനെ സ്നേഹിക്കുന്ന ജോജോനെയും ഭാര്യനെയും എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചതിന് വളരെ സന്തോഷം. അതുപോലെ തന്നെ ഇങ്ങനൊരു പ്രവൃത്തി എനിക്കിവിടെ ചെയ്യാൻ പറ്റിയതിൽ, ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് പോകണം. ഇവരുടെ ലൈഫിൽ, നമ്മുടെ നാട്ടിൽ മൊത്തം ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യാൻ ഇവർക്ക് കഴിയട്ടെ. ഇദ്ദേഹത്തിന്റെ വൈഫ് കൂടി ചേരുന്നു, ഇങ്ങനെ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നു. വളരെ നല്ലൊരു കാര്യമാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഇവരുടെ ഒപ്പം കൈകോർത്ത് നിൽക്കുന്നു. അത് ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെയുള്ളതിനകത്ത് ഇറങ്ങൽ ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പം ന്യൂജൻ എല്ലാവരും കടയിൽ പോയി സാധനം മേടിക്കുക, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള ആ ഒരു ലെവലിലേക്ക് മാറി അല്ലേ. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹത്തിനൊരു സപ്പോർട്ട്, ശരിക്കും ഒരു ഫാമിലി സപ്പോർട്ടാണ് എന്തൊരു കാര്യത്തിന് മെയിനായിട്ട് വേണ്ടത്. ഇപ്പം സൈമൺ സംബന്ധിച്ച് സൈമണിൻ്റെ വൈഫും കുടുംബമാണ്. അത് വൈഫ് തൊട്ട് ചേർന്ന്, വൈഫിന് പോവാം, ഇവിടെ വാ, ഇവിടെ വാ, ഇത് കണ്ട അടുത്തൊരു മരമായിട്ട് നിൽപ്പുണ്ട്, ഇനി അടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുപോലെ തന്നെ അച്ഛനും വയ്ക്കുന്നുണ്ട്, എല്ലാവരും വയ്ക്കുന്നുണ്ട്. അപ്പം ഇതേപോലെയുള്ള പ്രവൃത്തിയിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് താങ്കളെ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം സൈമണിൻ്റെ വൈഫിനെയും കേട്ടോ, സൈമണിൻ്റെ വൈഫിനെയും കുടുംബത്തെയും എല്ലാവരെയും നന്മ 24ന്റെ പേരിൽ അഭിനന്ദിക്കുന്നു. ജോജോനും ഫാമിലിക്കും എൻ്റെ ഫാമിലിയുടെ പ്രത്യേകം അഭിനന്ദനങ്ങൾ. എൻ്റെയും അഭിനന്ദനങ്ങൾ. വളരെ സന്തോഷം. ഇനിയും ഇതുപോലുള്ള സൽപ്രവൃത്തികൾ തുടരുക. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രം കൂടെ അല്ല, അതും കൂടെ പറയാനുള്ളത്. ഭൂമി ഫൗണ്ടേഷൻ എന്നൊരു ഓർഗനൈസേഷനാണ്, ഒരു സൊസൈറ്റിയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ ഞങ്ങളോട് അസോസിയേറ്റ് ഉണ്ട്. ഞങ്ങളോട് ഇപ്പം തന്നെ ഉണ്ട് MS പഠിക്കുന്ന 2 ഇന്ത്യൻസ്, MES തിരുമേലി കോളേജിലെ മാസ്റ്റർ സോഷ്യൽ വർക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ള ഒരുപാട് കുട്ടികളും ഒരുപാട് IT മേഖലയിലും ബിസിനസ് മേഖലയിലും പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ സഹകരണത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിന് ഞങ്ങൾ അധികം ഒരു പബ്ലിസിറ്റി ഇതുവരെ കൊടുത്തിട്ടില്ല. അതൊരു ഷേപ്പിലേക്ക് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ആൾക്കാരൊക്കെ വിളിച്ച് കാണിക്കാമെന്നുള്ള ഒരു ഇതാണ്.
അപ്പോൾ ഇനി ഇങ്ങനെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് ആൾക്കാർ അറിഞ്ഞാലാണ് ഫുള്ള് പെട്ടെന്ന് സാധനങ്ങൾ മരം കൊണ്ട് നിറയത്തുള്ളൂ എന്നോട് കരുതിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആൾക്കാരൊക്കെ വിളിച്ച് ചെയ്യിക്കണം. അപ്പോൾ അത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഏതായാലും ഭൂമി ഫൗണ്ടേഷനും നന്മ 24 ചാനലിന്റെ ബിഗ് സലൂട്ട്സ്.